പാഠം 168. കുന്തം പോയാൽ എന്ത് ചെയ്യണം? ഹലോ. ശിശുപാല, ഞാനാ. പറഞ്ഞോളൂ. ഇന്നലെ വൈകിട്ട് കളക്ടറിനെ നേരിട്ട് വിളിച്ച് പറഞ്ഞതാ. എന്റെ ജോലിയൊക്കെ ഞാൻ തീർത്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു രാത്രി ഉറങ്ങാതിരുന്നാണ് ഈ മോഹനകൃഷ്ണൻ അത് മുഴുവൻ തീർത്തു വെച്ചത്. അതെ, കൃത്യം 9:45 ഞാൻ ഫയലുമായി ഓഫീസിലെത്തും. ശിശുപാലം വേണം ആ ഫയല് താലൂക്ക് ഓഫീസിലെത്തിക്കാൻ. അതെയോ? ഇനി മാറ്റാൻ പറ്റില്ല. അത്യാവശ്യമാണോ? ശരി, ഞാൻ നോക്കട്ടെ. ഒരു പണി തീർക്കാൻ സമ്മതിക്കില്ല. വെറുതെ മെനക്കെടുത്ത് ചെയ്തു തീർത്ത പണിയാ. ഭാമേ, ഇതെവിടെ? ഞാൻ ഇവിടെയാണല്ലോ വെച്ചത്. ഭാമേ, അവിടെ തന്നെ പോയി കാണും. ഇവിടെ പോയി. ഭാമേ. അതെ, പക്ഷെ എന്ത് ചെയ്യാനാ വിദ്യാലക്ഷ്മി? ഈ ആഴ്ച ഒരൊറ്റ ദിവസം പോലും ഞാൻ ഫ്രീ അല്ല. അതെന്നേ. അയ്യോ, ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? നിവർത്തില്ലാഞ്ഞിട്ടാ? ശരി ശരി ശരി. ഓഹോ. ആഹാ. ഓഹോ, ഇവിടെ ഫോണിൽ കൊഞ്ചുകൊണ്ടിരിക്കാമല്ലേ? ഓ. ആഹാ. അയ്യോ, എന്തായാലും അത് ബുദ്ധിമുട്ടായിരിക്കും. ഏയ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ എത്ര നേരം വിളിക്കുന്നു? അയ്യോ, അയ്യാ, ഇതിവിടെ പറഞ്ഞതാ മോഹനേട്ടനാ. അതുകൊള്ളാലോ. ഞാൻ ഇത്രയും ഒച്ച ഉണ്ടാക്കിയിട്ട് അവള് മൈൻഡ് ചെയ്യണ നോക്ക്. എന്താ പ്രശ്നം അറിയ വിദ്യാലക്ഷ്മി? നാളെ ബുധനാഴ്ച സെഷൻസ് 2 കേസാ. സബ് കോടതിയിൽ 1. വ്യാഴാഴ്ച ആണെങ്കിൽ കേസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ചന്ദ്രപ്പൻ കൊലക്കേസിലെ 3-ാം പ്രതി രാമകൃഷ്ണനെ ജയിലിൽ പോയി കാണാൻ സമയം തന്നിരിക്കുക. ഇനിയിപ്പോ വ്യാഴാഴ്ച ചെന്നില്ലെങ്കിൽ അത് മതി ആ ജയിലർ ഓരോന്ന് പറഞ്ഞു ഉടക്കിടാൻ. ഇങ്ങനെ പോയാൽ എന്നെ കാണാൻ എന്റെ വക്കൽ ജയിലിൽ വരേണ്ടി വരും. വെള്ളിയാഴ്ചത്തെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ 4 കേസ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പോക്കാം. ശനിയാഴ്ച ഒരു ദിവസം ഞാൻ ഫ്രീയാ. പക്ഷേ അന്ന് നിനക്ക് സമയമില്ലല്ലോ. ഞായറാഴ്ച എന്തായാലും പറ്റില്ല. ഞാനും മോഹനേട്ടനും കൂടി ഒരു സിനിമ കാണാൻ പോകാനിരിക്കുക. നേരത്തെ തീരുമാനിച്ചതാ. നീ സിനിമ കണ്ടത് തന്നെ. തിങ്കളാഴ്ചയാണ് പ്രശ്നമില്ല. ഇതുവരെ കേസൊന്നും തീരുമാനിച്ചില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കേസ് വന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്താ മോഹനേട്ട ഇത്? ഫോണിൽ സംസാരിക്കുന്നത് കണ്ടൂടെ? ഇതാ കഷ്ടം നോക്കണേ. ഒരു കാര്യം ചെയ്യ് വിദ്യാലക്ഷ്മി, നീ തൽക്കാലത്തേക്ക് ശാലിനിയോ രാധികയെ വിളിക്ക. നിനക്കവരെ വിളിക്കാൻ മടിയാണ്, ഞാൻ വിളിക്കാം. നീ വേറൊന്നും വിചാരിക്കല്ലേ. ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ ലക്ഷ്മി. സോറി കേട്ടോ. എനിക്ക് 2-ൽ-1 അറിയണം. നിന്നോടാ പറഞ്ഞത്. എനിക്ക് 2-ൽ-1. ഓഹോ. ഞാൻ രാധിക, ഞാൻ സത്യഭാമയാ. എന്നെ വിദ്യാലക്ഷ്മി വിളിച്ചിരുന്നു. ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യാനാ. അവക്കെന്തോ ഡിസ്കഷൻ വേണമെന്ന്. എനിക്കാണ് ഈ ആഴ്ച തീരെ സമയമില്ല. അവക്ക് ഈ ആഴ്ച തന്നെ പേപ്പറൊക്കെ ശരിയാക്കിയേ പറ്റൂ. നിനക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാമോ? ഞാൻ അത്യാവശ്യ കാര്യം സംസാരിക്കുമായിരുന്നു. എന്ത് അത്യാവശ്യം?
ഏതോ ഒരുത്തി വിളിച്ച് കുറെ നേരമായല്ലോ നീ ഓരോ ദിവസത്തെ കണക്ക് പറയുന്നു. നീ ആരാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാത്രമേ തിരക്കുള്ളൂ. മോഹനേട്ടാ, ഇതെന്റെ ജോലിയായി ബന്ധപ്പെട്ട കാര്യ. ഞാൻ സംസാരിക്കേണ്ടത് ഞാൻ സംസാരിച്ചല്ലേ പറ്റൂ. അങ്ങനെ വാതോരാതെ സംസാരിക്കണമെങ്കിൽ നീ നിന്റെ ആഫീസിൽ പോയി സംസാരിക്കണം. അവിടെ ആവുമ്പോൾ നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. ഇത് വീടാണ്. വീട്ടിൽ ഭർത്താവിനൊരു ആവശ്യം വരുമ്പോ അത് എന്താണ് എന്ന് കേൾക്കാതെ ഫോണും എടുത്തു വെച്ച് കുത്തി തെക്ക് വടക്ക് നടന്നാൽ മതിയോ? ഫോൺ ചെയ്യുമ്പോ ശല്യപ്പെടുത്താൻ വന്നാ പിന്നെ തെക്ക് വടക്ക് നടക്കാതെ വേറെ വഴിയില്ലല്ലോ. ആദ്യം മോഹനേട്ട മര്യാദ പഠിക്കേ. ഒരാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ശല്യപ്പെടുത്തുന്നത് അതിപ്പോ ഭർത്താവായാലും ഭാര്യ ആയാലും മര്യാദ കേട് തന്നെയാണ്. ഓഹോ, അപ്പോ നീ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ എന്നെ ഒരു പാമ്പ് കടിച്ചാലോ? പാമ്പ് കടിച്ചു ഭാമേ എന്ന് പറയാൻ നീ ഫോൺ ചെയ്ത് തീർന്ന് പറയാൻ കാത്തിക്കണോ? നല്ല ഒന്നാന്തരം ടൈൽസ് ഇട്ടിരിക്കുന്ന ഈ വീടിനകത്ത് കയറി മോഹനേട്ടന് ഏത് പാമ്പ് കടിക്കാന്? അതെ, പറയുമ്പോ കുറച്ച് യുക്തിപരമായി പറയാൻ നോക്ക്. യുക്തിപരമായി മാത്രം സംസാരിക്കാൻ ഇത് നിന്റെ കോടതിയല്ല, എന്റെ വീടാണ്. എന്റെ വീട്ടിൽ എനിക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാനും എന്നെ സഹായിക്കാനുമാണ് എന്റെ ഭാര്യ. അതിനാണോ ഭാര്യ? അതെനിക്കൊരു പുതിയ അറിവാ. പിന്നെ മോഹനേട്ടന്റേതുപോലെ തന്നെ ഇത് എന്റെയും കൂടെ വീടാണ്. എന്റെ വീട്ടിൽ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു അത്യാവശ്യ കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ സഹായിച്ചില്ലെങ്കിൽ വേണ്ടില്ല, ശല്യപ്പെടുത്താതിരിക്കാനാണ് എന്റെ ഭർത്താവ്. അതിതാ രാധിക. ആ രാധിക, ആഹാ, അത് കട്ടായിപ്പോയി. വീടിനകത്ത് കയറിയ ഒരു പാമ്പ് മോഹനേട്ടനെ കടിച്ചോന്നൊരു സംശയം. അങ്ങനെ കട്ടായി പോയതാ? ഇല്ല, പാമ്പ് കടിച്ചൊന്നുമില്ല. ഇങ്ങനെ പോയാൽ ചിലപ്പോ കടിക്കും. ആനയല്ല, ഞാനിവിടെ നല്ല സുന്ദരൻ പോമറൻ പട്ടിക്കുട്ടിയെ വളർത്തുന്നുണ്ട്. അത് കുറച്ചതാ. പിന്നെ ഞാൻ വിളിച്ചതേ നമ്മുടെ വിദ്യാലക്ഷ്മിനെ വിളിച്ചിരുന്നു. പോമറൻ പട്ടി നിന്റെ അച്ഛൻ അഹങ്കാരി. ആഹാ.